ഇപ്പം സ്ഥലം കായംകുളം. കായംകുളത്ത് എവിടെയാ? മത്സ്യ മാർക്കറ്റാണോ? ഞാൻ ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണല്ലോ അത്. മോളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? എല്ലാവരും പുളിയറ സ്കൂളിലെയാണോ? ഇന്ന് പരീക്ഷ വല്ലതും ഉണ്ടോ അവിടെ? ഇല്ല. 10ാം ക്ലാസ് പരീക്ഷ ഇല്ലേ? ഇന്ന് ഞായറാഴ്ച ഇല്ലേ? എന്റെ തലയിൽ ആള് താമസമില്ലെന്ന് ആൾക്കാർ പറയും. അപ്പൊ മോളെ സന്തോഷം. വിടിയാം ലഹരി, ആസ്വദിക്കാം ജീവിതം അല്ലേ? അതെ അല്ലേ? അപ്പൊ ഇവിടെ NCC സ്കൗട്ടാ അല്ലേ? ഓക്കെ, താങ്ക് യു. മക്കളെ എന്താ പേര്? കൈലാസ്. ടീച്ചറാണോ? ടീച്ചർ എന്നെ സ്വീകരിക്കുന്നതാ? ഓ, ടീച്ചറെ സ്വീകരിച്ചോ? ഇനിയിപ്പോ നമുക്കൊന്നും നോക്കാനില്ല. ഓക്കെ. പിന്നെ തീർച്ചയായിട്ടും. ഓ, സന്തോഷം. ടീച്ചറിന്റെ പേരെന്താ? ഏത് വിഷയം പഠിപ്പിക്കുന്നത്? സോഷ്യൽ സയൻസ്. ഈ സ്കൂളിലല്ലേ? അതെ. താങ്ക് യു. ടീച്ചറാണോ പേരന്റാണോ? പേരന്റ്. ഓക്കെ. രജിത്ര. എന്റെ അയ്യോ, ഈ രജിത്ര നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഈ രജിത്രയാണ് നമ്മുടെ ഫോളോവേഴ്സ് ഒരു കൂടി പങ്കെടുത്ത ആൾക്കാരെ ഞെട്ടിച്ചത്. വാർത്ത വായിച്ച് തെറ്റിച്ച്. എന്തായിരുന്നു വാർത്ത? ഓർമ്മിപ്പിച്ച്. പ്രധാന വാർത്ത എഴുതാൻ മറന്നുപോയി. അതുകൊണ്ട് ക്യാമറ ഓൺ ആയപ്പോ പറഞ്ഞു പ്രധാന വാർത്ത ഞാൻ എഴുതാൻ മറന്നുപോയി എന്ന് പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ വാർത്താ വായനക്കാരിയാ. വീട് നമ്മൾ പണിയുന്നത് എവിടെയാ പണിയുന്നത്? ഇവിടെ തന്നെ, പത്തിയൂര് തന്നെ. 24 കണക്റ്റിന്റെ ഭാഗമായിട്ട്. ഈ വീടില്ല എന്ന് പറഞ്ഞു. കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് നമ്മൾ വീട് പണിഞ്ഞു കൊടുക്കുന്നു. അപ്പോ VPS ലേക്ക് ഷോർ പ്രസന്റ് SKN40 താങ്കൾക്ക് സ്വാഗതം. സിനിമക്ക് സ്വന്തമായിട്ട് ഇത് സിനിമയൊക്കെ ഞാനായിട്ട് പരിചയപ്പെട്ടില്ല ഇതുവരെ. മനസ്സിലായി സാറേ. 40 വർഷം പൂർത്തിയാക്കാണ്. താങ്ക് യു സോ മച്ച്. വെൽക്കം. 65 വയസ്സായുള്ള മാധ്യമ രംഗത്ത് സാർ ഇതിന്റെ സ്നേഹം. വീടൊക്കെ പൂർത്തിയാവട്ടെ. സന്തോഷമായിട്ട് ജീവിക്കാം. ഏട്ടന്റെ പേരെന്താ? സുൽഫിക്കർ. നമ്മുടെ ഗോപികൃഷ്ണൻ ഇവിടെ കാണാൻ കണ്ടവരുണ്ടോ? അങ്ങനെ പേരെന്താ? അജിത്ത്. സജൻ മെഡയിൽ. ചേട്ടാ എന്ത് പറ്റി? ഹനീഫ. അജി സോൾമേറ്റ്. നമ്മളിപ്പോ 5 ലക്ഷം സബ്സ്ക്രൈബർ ആയപ്പോ എനിക്കായിരുന്നു അതിന്റെ ഒരു സമ്മാനം അടിച്ചത്. നമ്മൾ സന്തോഷം. നമ്മൾ ഇറങ്ങിയത് ഒരു ദൗത്യത്തിനായിട്ടാണ് കേട്ടോ. താങ്കളിങ്ങ് വന്നേ ആട്ടി. ഇങ്ങ് വന്നേ. സന്തോഷം. നമ്മൾ ഇറങ്ങിയ കാര്യം എന്തോന്ന് മനസ്സിലായോ? എന്താ കാര്യം? ലഹരി വിരുദ്ധമല്ല, വളരെ രാസലഹരി പ്രചരിക്കുന്നു. നമ്മുടെ കുട്ടികളെയൊക്കെ ഇത് സ്വാധീനിക്കുന്നു. കുട്ടികളെ കൊണ്ട് ഇത് വാഹകരാക്കുന്നു. അതിനെതിരായിട്ട് ഇറങ്ങിയതാ. എന്താ പേര്? ശ്യാമള. എന്താ ചെയ്യുന്നേ? അമ്മയ്ക്ക് മനസ്സിലായോ ഈ കാര്യം? ഓക്കെ. എന്താ പേര്? എന്റെ പേര് ലീലയെന്ന. അമ്മ പഠിക്കുന്ന പിള്ളേരുണ്ടോ വീട്ടില്? കൊച്ചുമക്കളൊക്കെ സൂക്ഷിക്കണം. അത്ര നല്ല കാലം. പിള്ളേരുടെ കൊണ്ട് കാര്യം ഓർക്കും പേടിയാ. നമ്പർ ഞങ്ങൾക്ക് വേണം. പിന്നെന്താ നമ്പർ തരും കേട്ടോ. ഓക്കെ. എനിക്ക് പഴയ നമ്പരേ ഉള്ളൂ. എല്ലാം പഴയതാ. ഓക്കെ. സാറിന്റെ ഈ ലഹരിക്കെതിരെയുള്ള ഈ ക്യാമ്പയിന് ഒത്തിരി സന്തോഷം. അപ്പൊ നിങ്ങളൊക്കെ അലർട്ടാണോ കുട്ടികളുടെ കാര്യത്തിലൊക്കെ? കുട്ടികളുടെ കാര്യത്തിൽ ആശങ്കയുണ്ട്. എങ്കിലും ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികളിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. സ്കൂൾ വരാന്തയിലൊക്കെ അപരിചിതരായ ആൾക്കാരെയൊക്കെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഒരു ജാഗ്രതയുണ്ട് സ്കൂളിനല്ലേ? ഒറ്റയാളെ പോലെ അവിടെ അടുപ്പിക്കും. എപ്പോഴും കുട്ടികളുടെ പിന്നാലെയാണ്. മക്കളെ പേരെന്താ? ഗൗരിക്കുട്ടിയല്ലേ? ഇതെല്ലാം പിടിച്ചോ. ഓക്കെ, മിടുക്കി. എന്താ പേര്? വൈഗ. നിങ്ങൾക്കൊക്കെ അറിയാമോ ഈ ലഹരി വിരുദ്ധ കാര്യം? ഇതെന്തോ ജീവിതമാണ്.